الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുഴു സമയങ്ങളിലും പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുള്ളത് ആദ്യമായി വസിയത്ത് ചെയ്തു. അർഹമറഹിമാനായ റബ്ബ് യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ റമദാൻ ശരീഫും ഈദുൽ ഫിത്റും എല്ലാം കഴിഞ്ഞു തഖ്വയുടെ ഇബാദത്തിന്റെ നിറവിൽ പുതു ഒരു ജീവിതം ആരംഭിച്ചിരിക്കുക. അല്ലാഹു കഴിഞ്ഞ റമദാൻ ശരീഫ് നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ജീവിതത്തിലുടനീളം അതിന്റെ നന്മകൾ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ സൗഭാഗ്യവതികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ജീവിതത്തിൽ നമുക്ക് വിജയം വേണം. ഭൗതികമായും ആത്മീയമായും വിജയം വേണ്ടത്. എന്നാൽ യഥാർത്ഥമായ വിജയം എന്താണ് എന്നും അതെങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്നും റബ്ബ് തആല സൂറത്തുൽ ഹജ്ജിന്റെ 77-ാമത്തെ ആയത്തിൽ
നമ്മോട് പറയുക, വിജയം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ജീവിതത്തിലേക്കുള്ള ഒരു എൻട്രൻസ് മാത്രമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും പ്രതീക്ഷയും ഉണ്ടാവുകയുള്ളൂ. വെറും ഭൗതികമായ ചിന്തയിൽ ഭൗതിക ജീവികളായി ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല, സംതൃപ്തി ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും നഷ്ടത്തിന്റെ കണക്കുകളും നിരാശയുടെ മനസ്സുമായിരിക്കും ഉണ്ടാവുക. ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന, ഭയം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളായിരിക്കും അവർക്ക് കാണാൻ കഴിയുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിജയം എന്താണ് എന്നും അതിലേക്കുള്ള വഴി എന്താണെന്നും ഈ ഒരൊറ്റ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുക. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഇർകഉ വസ്ജുദൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റുകൂഅ ചെയ്യുകയും സുജൂദ് ചെയ്യുകയും ചെയ്യുക. വഅബ്ദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങൾ വിധേയരാകുക, അവനെ ഇബാദത്ത് ചെയ്യുക. വഫ്അൽ ഖൈറ, നന്മകളിൽ നിങ്ങൾ നിരതരാകുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയികളായേക്കും. അപ്പോൾ വിജയിക്കാൻ 4 വഴികളാണ്, 4 വിഷയങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്. അതിൽ 2 എണ്ണവും നമസ്കാരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ചാണ്. ഇർകഉ വസ്ജുദു, നിങ്ങൾ റുകൂഅ ചെയ്യുകയും സുജൂദ് ചെയ്യുകയും ചെയ്യുക. വളരെ പ്രാധാന്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ നമസ്കാരത്തിന്റെ പ്രാധാന്യം നമ്മളെ ബോധ്യപ്പെടുത്താനും സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുള്ളവരാണ്? അല്ലദീന ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ഏതൊരുവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂഅോടുകൂടി, ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്നുവോ അവർ വിജയിച്ചു. അപ്പോൾ വിജയത്തിന്റെ താക്കോലാണ്, വിജയത്തിന്റെ നിദാനമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അത് ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം നമസ്കാരത്തിലൂടെയാണ്. കൃത്യമായി നമസ്കാരം നിലനിർത്തുന്ന ആളുകൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും, ജീവിതത്തിന് ഒരു ധൈര്യവും പ്രതീക്ഷയും ഉണ്ടാവും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റഅസുൽ അംരി ഇസ്ലാം, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അതിന്റെ തല എന്ന് പറയുന്നത്, അതിന്റെ പ്രധാനമായ തല, കേന്ദ്രം അത് ഇസ്ലാമാണ്. ഇസ്ലാമിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി, അത് അനുസൃതമായി നിങ്ങൾ ജീവിക്കുക. എന്നാൽ ആ ഇസ്ലാമിന്റെ നിലനിർത്തുന്ന പ്രധാനമായ തൂണ് അത് നമസ്കാരമാണ്. നിസ്കാരമില്ലാത്തവൻ ഇസ്ലാമില്ല എന്നുള്ളതാണ്. ഒരു കെട്ടിടത്തിന്റെ തൂണ് തകർന്നാൽ ആ ബിൽഡിംഗ് തകർന്നത് പോലെ ഒരു മനുഷ്യന്റെ ഇസ്ലാമികമായ ജീവിതം, നമസ്കാരം അവൻ നിലനിർത്തുന്നില്ലെങ്കിൽ അത് തകർന്നു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റബ്ബ് തആല നാളെ പരലോകത്ത് തന്റെ ദാസന്റെ ആ അമലുകളിൽ ആദ്യമായി ചോദിക്കുക, ഒന്നാമത്തെ ചോദ്യം അവന്റെ നമസ്കാരത്തെ കുറിച്ചാണ്. അല്ലാഹു തന്റെ അടിമയോട് അവന്റെ പ്രവൃത്തികളിൽ ആദ്യമായി ചോദിക്കുന്നത് അന്ത്യനാളിൽ അവന്റെ നമസ്കാരത്തെ കുറിച്ചായിരിക്കും. അത് നന്നായത് ആരുടെയാ? നമസ്കാരം നന്നായി കഴിഞ്ഞോ, ഫഖദ് അഫ്ലഹ വ അൻജഹ, തീർച്ചയായും പിന്നീട് അവിടെ നിന്നോട്ട് അവന്റെ ജീവിതം വിജയിക്കുകയും അവൻ ലക്ഷ്യം നേടുകയും ചെയ്തു. ഏതൊരുടെ നമസ്കാരം കുഴപ്പമാകുന്നുവോ, അത് പ്രശ്നമാകുന്നുവോ, അവരെ പരാജയപ്പെടുകയും നശിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായി കാണാൻ കഴിയും, വിശ്വാസവും അവിശ്വാസവും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാനമായ ഘടകം അത് നമസ്കാരമാണ്. ബൈന റജുലി വ ബൈന ശിർകി വൽ കുഫ്ർ, ഒരു മനുഷ്യന്റെ
കുഫറിനും ഷിർക്കിനും ഇടയിലുള്ള വ്യത്യാസമാണ്. ഒരു മനുഷ്യനും അവന് ഷിർക്കും കുഫറും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. എല്ലാ മുശ്രിക്കുകളും നമസ്കാരം ഉപേക്ഷിക്കുന്നവരാണ്, എല്ലാ കാഫിറുകളും നമസ്കാരം ഉപേക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് മുഅ്മിനിന്റെയും മുശ്രിക്കിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. മറ്റൊരിക്കൽ അസ്ർ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവിടുന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, മൻ തറക സ്വലാത്തുൽ അസ്രി ഫഖദ് ഹബിത അമലുഹു. ഏതൊരാൾ അസ്ർ നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നുവോ തീർച്ചയായും അവന്റെ അന്നത്തെ എല്ലാ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു. പിന്നെ അവൻ സുബഹിയും ളുഹറും അസ്ർ നമസ്കരിച്ചൊക്കെ വൃത്തായി. മനഃപൂർവ്വം ഒരാൾ അസ്ർ നമസ്കാരം ബന്ധിച്ചു കഴിഞ്ഞാൽ, എല്ലാ നമസ്കാരത്തിനും അതിന്റെ പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് അസ്റിനും സുബഹിക്കും അള്ളാഹു റസൂലുള്ളാഹി പ്രത്യേക പ്രാധാന്യം നൽകി പറഞ്ഞിട്ടുണ്ട്. സ്വലാത്തുൽ ബർദൈൻ എന്നാണ് പറഞ്ഞത്, തണുപ്പുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും മറ്റൊന്ന് സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയത്തുമുള്ള പകലിന്റെ 2 അധ്യായങ്ങളിലുള്ള നമസ്കാരം. അത് കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ പൂർണ്ണചന്ദ്രനെ പോലെ യാതൊരു തടസ്സവുമില്ലാതെ റബ്ബിനെ അവർക്ക് കാണാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ റമദാനിൽ നമ്മൾ നമസ്കാരമൊക്കെ വളരെ ശ്രദ്ധിച്ചു അല്ലെ? ഇന്ന് സുബഹിക്ക് നോക്കിയപ്പോ റമദാനുണ്ട്, അതിന്റെ 10 ഭാഗം ആൾക്കാരില്ല ഇവിടെ നിസ്കരിക്കാൻ. എല്ലാ പള്ളികളുടെ അവസ്ഥ അതാ. ആരോ ഒരു പോസ്റ്റ് ഉണ്ടായി, വിരുന്നുകാരൊക്കെ പോയി, വീട്ടുകാരെ മാത്രം ബാക്കിയായി. വിരുന്ന് വന്നവരൊക്കെ പോയി, അവസാനം വീട്ടിലുള്ളവർ മാത്രം ബാക്കിയായി അവസ്ഥയാണ് ഇപ്പൊ എല്ലാ പള്ളികളിലും ഉള്ളത്. ഭക്തകൾക്ക് ആളുകൾ വളരെ കുറഞ്ഞു. റമദാനിൽ നമ്മുടെ മനസ്സിൽ ഇടിപ്പുണ്ടായിരുന്നു, സമയമാകുമ്പോഴത്തേക്കും പള്ളിയിൽ എത്തണമെന്നുള്ള ഒരു ഇടിപ്പ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കും അല്ലേ? എന്നാൽ എന്റെ റമദാൻ കഴിഞ്ഞപ്പോ അത് പോയി. ഇപ്പൊ റമദാനിന് മാത്രമുള്ളതാണോ? തീർച്ചയായും അല്ല. റമദാനിൽ മാത്രം ഇബാദത്ത് എടുക്കുന്ന ആളുകള് അവർക്കതുകൊണ്ടൊന്നും നേടാൻ കഴിയില്ല. അത് മറ്റുള്ള ദിവസങ്ങളിലേക്ക് കൂടെയുള്ള അത് തഖ്വയായിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾക്ക് റമദാൻ ഏതെങ്കിലും രൂപത്തിൽ ഉപയോഗപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയണോ? ആ റമദാൻ കഴിഞ്ഞാൽ അവൻ അമൽ സാലിഹാത്തുകൾ നിരതനായിരിക്കും. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ അവൻ പഴയതുപോലെ ഒരു അലസനും മടിയനുമായിട്ടാണ് മാറുന്നതെങ്കിൽ അവന്റെ റമദാൻ അവന് ഉപകാരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, റമദാനിൽ നമസ്കരിക്കാൻ കാണിച്ച ആ ഒരു ഗൗരവം, ആ ഒരു ഭയം, ആ ഒരു ആവേശം റമദാൻ കഴിഞ്ഞ് നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നീട് റമദാൻ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമസ്കാരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരാൾക്ക് എപ്പോഴും ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അവന്റെ തലയിൽ ബുദ്ധിയുണ്ടെങ്കിൽ, ജീവന്റെ ഒരു മിടിപ്പുണ്ടെങ്കിൽ അവന് നിസ്കരിക്കാൻ കഴിയും. മനസ്സുകൊണ്ടെങ്കിൽ നമസ്കരിക്കാം. അതാണ് നമസ്കാരത്തിന്റെ പ്രത്യേകത. സമ്പത്തുണ്ടെങ്കിലേ സകാത്തുള്ളൂ, ആരോഗ്യമുണ്ടെങ്കിലേ നോമ്പുള്ളൂ, ആരോഗ്യവും സാഹചര്യവും ഉണ്ടെങ്കിലേ ഹജ്ജുള്ളൂ. എന്നാൽ നമസ്കാരം അങ്ങനല്ല. ഏതവസ്ഥയിലും അവന് ബുദ്ധിയുള്ളിടത്തോളം നമസ്കാരം അവന് നിർബന്ധം. അങ്ങനത്തെ അത്രയും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിന് പ്രത്യേകമായിട്ട് അല്ലാഹു എടുത്തു പറഞ്ഞ നിങ്ങൾ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ആളുകളുണ്ട്, അവരുടെ റുക്കൂ ശരിയായാൽ സുജൂദ് ശരിയാവില്ല, സുജൂദ് ശരിയാക്കിയാൽ റുക്കൂ ശരിയാവില്ല. അങ്ങനെയുള്ള ചില ആളുകൾ വരും അവസാന കാലഘട്ടത്തിൽ, നമസ്കാരത്തിൽ ഗൗരവമില്ലാത്ത ആളുകൾ. അതുകൊണ്ട് റുക്കൂഉം സുജൂദൊക്കെ ചെയ്യുമ്പോ വളരെ ഇഷ്ടത്തോടുകൂടി റബ്ബിന്റെ മുമ്പിൽ പടച്ചവന് വിധേയമായി നിൽക്കുന്ന ലോകത്ത് ഒരു സംഹിതയിലും വിശ്വാസത്തിലും ഇതുപോലെയുള്ളൊരു ആരാധനയില്ല. റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം കുനിഞ്ഞു നിൽക്കുന്ന, സാഷ്ടാംഗം നമിക്കുന്ന റുക്കൂഉം സുജൂദും പോലെയില്ല. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ് സുജൂദ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി, ഒരു അടിമ തന്റെ റബ്ബിനോട്, രക്ഷിതാവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് വഹുവ സാജിദുൻ, അവർ സുജൂദിലായിരിക്കുമ്പോഴാണ്. മാത്രമല്ല സുജൂദിൽ മനുഷ്യൻ കിടക്കുമ്പോ അല്ലാഹുവിനെ ഇഷ്ടത്തോടെ നോക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരാളെ സുജൂദ് ചെയ്യുമ്പോ പടച്ചവൻ ഇഷ്ടത്തോടുകൂടി അവനെ നോക്കുമെന്ന്. അവന്റെ മനസ്സും തഖ്വയുമുള്ള സുജൂദ് ആണ് എങ്കിൽ മാത്രം. അതുകൊണ്ട് ശൈത്താന്റെ പോലും ഭയമുള്ള കാര്യമാണ് സുജൂദ് എന്നുള്ളതാണ്.
മനുഷ്യർ സുജൂദ് ചെയ്യുമ്പോൾ പിശാചിന് വലിയ നിരാശയാണ്. കാരണം അവനൊരു സുജൂദിന് കാരണമായിട്ടാണ് അവൻ വിലക്കപ്പെട്ടവനായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഖറഅ ഇബ്നു ആദമ സജദത ഫസജദ, ആദമിന്റെ മകൻ മനുഷ്യപുത്രൻ സുജൂദിൻ്റെതായ ആയത്തുകൾ ഇങ്ങനെ ഓതിയിട്ട് അവൻ സുജൂദ് ചെയ്യുമ്പോ പിശാച് മാറി നിന്നുകൊണ്ട് കരയും. യഖൂൽ, എന്നിട്ട് ആ പിശാച് പറയും, വൈലഹു, എനിക്ക് നഷ്ടമാണല്ലോ. ആദമിന്റെ പുത്രനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഫസദദ, അവൻ സുജൂദ് ചെയ്തു. ഫലഹുൽ ജന്ന, അങ്ങനെ മനുഷ്യന്റെ സ്വർഗം ലഭിച്ചു. വഉമിർതു ബിസ്സുജൂദ്, എന്നോട് പടച്ചവൻ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഫഅബൈതു, ഞാനത് ധിക്കരിച്ചു, അതിൽ നിന്ന് മാറി നിന്നു. അതുകൊണ്ട് ഫലിയന്നാർ, എനിക്ക് നരകമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സുജൂദിലും പിശാച് നിരാശപ്പെടുകയും കരയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഇബാദത്താണ് നമസ്കാരം, നമസ്കാര റുകൂഉം സുജൂദും ഒക്കെ. അതുകൊണ്ട് അത് അതിൻ്റെതായ ഗൗരവത്തിൽ കേവലം 5 മിനിറ്റ് നിൽക്കുന്ന ഒരു ചടങ്ങ് എന്നതിലുപരി അങ്ങനെ കാണാതെ അള്ളാഹുവിന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. എനിക്കെല്ലാം നൽകിയ എന്റെ എല്ലാമായ റബ്ബിന്റെ മുമ്പിൽ അവൻ എന്നെ നോക്കുന്നുണ്ട്, അവൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഇഷ്ടത്തോടെ സ്നേഹത്തോടു കൂടിയാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നതെങ്കിൽ, റുകൂഇലേക്കും സുജൂദിലേക്കും പോകുന്നതെങ്കിൽ ഒരു പ്രത്യേകമായ മാനസികമായ ഒരു ആനന്ദം ആ നമസ്കാരത്തിൽ ലഭിക്കാം. അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമസ്കാരത്തിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുമായിരുന്നു എന്ന്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഇഖാമത്ത് കൊടുക്കാൻ റസൂൽ പറയുമായിരുന്നു, അരിഹ്നായ ബിലാൽ, ബിലാലെ ഞങ്ങളോടൊന്നൊരു കരുണ കാണിക്കൂ, അള്ളാഹുമായി ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ, ഞങ്ങളെ ഇബാദത്ത് ചെയ്യട്ടെ ബിലാൽ, ഇഖാമത്ത് കൊടുക്കും ബിലാലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല, നമസ്കാരം മനസ്സിന് സമാധാനം കിട്ടുന്നതാണ്. എല്ലാ പ്രശ്നങ്ങളിലും ആശ്വാസവും സമാധാനവുമാണ് നമസ്കാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകളുടെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും കാരണം അവിടത്തേക്ക് മനസ്സ് വേദനിച്ചിങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് സമാധാനിപ്പിച്ചുകൊണ്ട് സൂറത്ത് ഹിജ്റിൽ ഇങ്ങനെ പറയുകയാണ്, വലഖദ് നഅലമു അന്നക യളീക സദ്റുക ബിമാ യഖൂലൂൻ. ഓ നബിയേ, ആ കുറ്റപ്പെടുത്തുന്ന ആളുകളുടെ കുറ്റപ്പെടുത്തൽ കേട്ടുകൊണ്ട് അവിടുത്തെ മനസ്സ് വല്ലാതെ വേദനിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നബിയേ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നീ നിന്റെ രക്ഷിതാവിന്റെ തസ്ബീഹ് ചെയ്യുക, അവനെ സ്തുതിക്കുക. വഖും മിനസ് സാജിദീൻ, നീ സുജൂദ് ചെയ്യുകയും ചെയ്യുക. അതെ, അപ്പോഴും നിസ്കരിക്കാനാ പടച്ചോൻ പറയുന്നത്. എന്ത് മനസ്സിന് വല്ലാതെ വേദന പ്രയാസക്കാട്ടിരിക്കുമ്പോഴേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും ചെയ്യുക, നിങ്ങൾ സുജൂദ് ചെയ്യുക, നമസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അങ്ങനെ മനസ്സിന് പ്രയാസം ഉണ്ടാകുമ്പോ ഒളു ചെയ്തു വന്ന് 2 റക്അത്ത് നമസ്കരിച്ച് ആത്മാർത്ഥമായി നിസ്കരിച്ച് പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അത് വേറെ എവിടത്തെ കിട്ടൂല. അത് നമസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് വിജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം ശരിയാക്കേണ്ടത് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. അതാണ് ഏറ്റവും നല്ല ബന്ധം നമസ്കാരം. നമസ്കാരം അള്ളാഹുവും വിശ്വാസിയും തമ്മിലൊരു കരാറാണ്. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള പ്രധാനമായ കരാർ, ഉടമ്പടി, അത് നമസ്കാരമാണ്. അതെ, മുസ്ലിമ ഉടമ്പടി ചെയ്യുന്നു, എന്നാൽ കാഫിറ ഉടമ്പടി ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഉടമ്പടി ധിക്കരിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറായി, നിഷേധിയായി. മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. രോഗം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശറഅ അനുവദിക്കുന്നതായ തടസ്സങ്ങളെ കൊണ്ട് മാത്രമേ നമസ്കാരം കഴിക്കാൻ പറ്റൂ. കടയിൽ തിരക്കുണ്ട് എന്നുള്ളതൊന്നല്ല, പീടികയിൽ തിരക്കുണ്ട് എന്നുള്ളത് നമസ്കാരം ഉപേക്ഷിക്കാനുള്ള ഒരു ഉദരല്ല. അതുകൊണ്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമസ്കാരം പ്രകാശമാണ്, അസ്വലാത്തു നൂറുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ.
ആ നമസ്കാരം നമ്മുടെ മക്കളെ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. നമ്മള് റമദാനിലെ കുട്ടികളെ നമസ്കരിച്ച് ശീലിപ്പിച്ചതുപോലെ തുടർന്നും ആ നമസ്കാരങ്ങള് കുട്ടികളെ ശീലിപ്പിക്കേണ്ടതുണ്ട്. രണ്ടാമതായി റബ്ബ് തആല വിജയത്തിന്റെ വഴിയായി പറഞ്ഞത് അള്ളാഹുവിനുള്ള വിധേയത്വമാണ്. അള്ളാഹുവിനുള്ള ഇബാദത്തുകളും അതുപോലെ പടച്ചവന്റെ കൽപ്പനകളിലും അവന്റെ തീരുമാനങ്ങളിലും വിധേയമാകുക. നിന്റെ രക്ഷിതാവിനെ നിന്റെ മരണം തൊണ്ടക്കുഴിയിൽ വരുന്നത് വരെ, നീ മരണവുമായി കണ്ടുമുട്ടുന്നതുവരെ പടച്ചവന്റെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം. അത് റമദാനിൽ മാത്രമല്ല, അള്ളാഹു മനുഷ്യനെയോ ജിന്നിനെയോ അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അവൻ പറയുകയാണ്. ഞാൻ മനുഷ്യനും ജിന്നിനെയൊക്കെ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് റബ്ബ് തആല പറയാം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലക്ഷ്യം കച്ചവടം ചെയ്യലും, ഇവിടെ ഭൂമി വാങ്ങലും, അല്ലെങ്കിൽ ഇവിടെ ഫ്ലാറ്റുകൾ ഉണ്ടാക്കലും, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാനല്ല ലക്ഷ്യം. അത് ജീവിക്കാനുള്ള ഒരു സംഗതിയാണ്. എന്തിനാ ജീവിക്കുന്നത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. ജീവിതത്തിൽ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ, പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ പിന്നെ ജീവിതം വേസ്റ്റാണ്. ജീവിക്കാനാണ് ഇതെല്ലാം. എന്തിനാണ് ജീവിക്കുന്നത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. അത് ചെയ്യുന്നില്ലെങ്കിലോ? ഇതെല്ലാം നൽകിയ റബ്ബിന് എന്തിനു വേണ്ടി റബ്ബ് നൽകി? അവൻ ഇബാദത്ത് ചെയ്യാൻ. എന്നിട്ടെല്ലാം അനുഭവിച്ചുകൊണ്ട് അവൻ പറഞ്ഞ കാര്യം മാത്രം ചെയ്യുന്നില്ല എങ്കിൽ, അതിന് സെക്കൻഡാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും റബ്ബ് തൃപ്തിപ്പെടുകയില്ല. കാരണം അള്ളാഹു പരിശുദ്ധനാണ്. പരിശുദ്ധമായതേ അവൻ സ്വീകരിക്കൂ. ഒരു സെക്കൻഡ് ഗ്രേഡ് സാധനം അവൻ സ്വീകരിക്കൂല. നമ്മുടെ ഒഴിവൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടാത്ത സമയം അള്ളാഹ്ക്ക്, നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് നമുക്ക് വേണ്ടാത്ത പൈസ അള്ളാഹ്ക്ക്, അല്ലെ? നമ്മുടെ സ്നേഹമെല്ലാം കഴിഞ്ഞ് ഇനി ആരെ സ്നേഹിക്കണം? അള്ളാഹിനെ സ്നേഹിക്കാം. ഇങ്ങനെ എല്ലാവർക്കും വേണ്ടാത്തത് വാങ്ങുന്നവരെല്ലാം അള്ളാഹ്. നമ്മുടെ സമയത്തിൽ ഏറ്റവും പീക്കായിട്ടുള്ള സമയം അത് അള്ളാഹ് കൊടുക്കണം. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോ ആ മഗ്‌രിബ് ബാങ്ക് ജമാഅത്തിന് ആദ്യം എത്തണം. അതാ അള്ളാഹ്ക്ക് വേണ്ടത്. നിങ്ങളെ കടയിലെ സൗകര്യം കഴിഞ്ഞ് ഇശാ ബാങ്ക് അടുത്ത് വന്നാൽ പിന്നെ മഗ്‌രിബ് ഇശാ കൂടെ ഡബിൾ അടിക്കുന്ന സ്വഭാവം അള്ളാഹ് സ്വീകരിക്കൂല. അതുകൊണ്ട് ഇബാദത്ത്, ആ ഇബാദത്തിൽ അള്ളാഹു ഏറ്റവും സക്കാത്ത് അതിന്റെ അവ്വല് സമയത്ത്, അതിന്റെ അവ്വലായ രീതിയിൽ അത് കൊടുക്കുക. ഹജ്ജ് ആരോഗ്യമുള്ള സമയത്ത്, തിരക്കുള്ള സമയത്ത് ഹജ്ജിന് പോവുക. അങ്ങനെ എല്ലാ കർമ്മങ്ങളും നമുക്ക് ഏറ്റവും ആവശ്യമായ സമയത്ത് അള്ളാഹുലേക്ക് ചെയ്യലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്നാണ്. അതുകൊണ്ട് നാം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സുകൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ പടച്ചവനെ കുറിച്ചുള്ള ദിക്റ് കൊണ്ട് അള്ളാഹു നിറഞ്ഞു നിൽക്കുന്ന മനസ്സിൽ മാത്രമേ സമാധാനം ഉണ്ടാവൂ. അതാണ് റബ്ബ് പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹ്, നിങ്ങൾ അറിയണം, അള്ളാഹുവിനുള്ള ദിക്റ് കൊണ്ട് മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഹൃദയത്തിന് ഒരു സ്വസ്ഥത, സമാധാനം കിട്ടണമെങ്കിൽ പടച്ചവനോടുള്ള ദിക്റ്, അവനെ കുറിച്ച് ഓർമ്മകൾ ഉണ്ടെങ്കിൽ മാത്രമേ. എപ്പോഴും ദിക്റുകളെ കൊണ്ട് നനഞ്ഞ നാവും ചുണ്ടും. ഒരാള് സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ ചുണ്ടെന്ന് വിടർത്തിയാൽ അപ്പോൾ അവനെ അള്ളാഹു ശ്രദ്ധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത്ര ഇഷ്ടമാണ് റബ്ബ് തആലക്ക് നമ്മളെ. അതുകൊണ്ട് നന്മ പ്രവർത്തിക്കുക. മൂന്നാമതായിട്ട് അള്ളാഹു പറഞ്ഞാണ്, ഒന്ന് നമസ്കാരം ശ്രദ്ധിക്കുക. രണ്ട് രക്ഷിതാവിന് നീ അടിമപ്പെടുക, ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പറയുന്ന നിയമങ്ങൾ, നിർദ്ദേശങ്ങള് അത് നമ്മൾ വിധേയമാകണം. നമുക്ക് പറ്റണ കെടുക്കും, ഇല്ലെങ്കിൽ കെടുക്കില്ല എന്നല്ല. പടച്ചവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സമിഅനാ വ അത്വഇനാ, കേട്ടു റബ്ബേ, ഞങ്ങൾ അനുസരിച്ചു റബ്ബേ എന്ന ഒരു സ്വഭാവം നമ്മുടെ സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും, കുടുംബ കാര്യത്തിലാണെങ്കിലും, സാമൂഹിക വിഷയത്തിലാണെങ്കിലും, അതുപോലെ എന്തൊരു വിഷയത്തിലാണെങ്കിലും അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അള്ളാഹുന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സമിഅനാ വ അത്വഇനാ. പിന്നെ രണ്ടാമതിന് അതിന് തർക്കുത്തരം പറയലോ ഒരു ചോദ്യമോ ഉണ്ടാവാൻ പാടില്ല. അതാണ് അള്ളാഹുള്ള ഇബാദത്തിന്റെ പ്രധാനമായ ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായി വഫ്അലുൽ ഖൈറാത്ത്, നമ്മൾ നന്മകൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്.
ധാരാളം നന്മകളിൽ നമ്മൾ വ്യാപൃതരാകും. റമദാൻ നമ്മൾ ചെയ്തല്ലോ, നോമ്പ് തുറ ചെയ്തു, സക്കാത്ത് ചെയ്തു, അതുപോലെ സദഖ ചെയ്തു, അതുപോലെ മരണ വീടുകളിലൊക്കെ നമ്മൾ എല്ലാ തരക്കും മാറ്റിവെച്ച് റമദാനിലൊക്കെ മരിച്ച വീടുകളിൽ നമ്മൾ എത്തി. അതേപോലെ ഒരുപാട് നന്മകൾ നമ്മൾ റമദാൻ ചെയ്തു. അത് ജീവിതത്തിലേക്കുള്ള ഒരു പ്രാക്ടീസാണ്, റമദാൻ ഒരു മാസത്തേക്കുള്ളതല്ല. തുടർന്നും അതേ രീതിയിൽ നിങ്ങൾ ഏറ്റവും ഉത്തമനാകൂ, സൽപ്രവൃത്തികൾ ചെയ്യൂ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, സജ്ജനങ്ങളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക. ഒരു നന്മ അത് എത്ര ചെറുതാണെങ്കിലും അതിന്റെ അവകാശി മുഅ്മിനാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ചെറിയതാണെങ്കിലും നന്മയാണെന്ന് അറിഞ്ഞാൽ അത് ചെയ്യുക. അതൊക്കെ ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് വിടരുത്. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൂടിയിട്ടാണ് സിറാത്തിൽ അള്ളാന്റെ തുലാസിൽ കനം തൂങ്ങുക. ചെറിയ ചെറിയ നന്മകളൊക്കെ അവഗണിച്ച ആളുകൾ നാളെ പരലോകത്ത് ചെന്നുകൊണ്ട് നമസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും കുടുംബജീവിതത്തിലും എല്ലാം ഉള്ള കുറവുകൾ ഇങ്ങനെ ഓട്ടകൾ ഇങ്ങനെ പുഴുക്കുത്തുകൾ ഇങ്ങനെ കണ്ടിട്ട് ആ ഓട്ട അടയ്ക്കാതെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ കരഞ്ഞു പോകും. പടച്ചോനെ, എന്തെങ്കിലും നന്മ ചെയ്തിരുന്നെങ്കിൽ ആ കുറവുകളൊക്കെ നികത്തുമായിരുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരത്തിലെ കുറവുകൾ സുന്നത്ത് നമസ്കാരം കൊണ്ടാണ്, നോമ്പിലെ കുറവുകൾ സുന്നത്ത് നോമ്പുകളെ കൊണ്ടാണ്, സക്കാത്തിലെ കുറവുകളും സദഖകളെ കൊണ്ടാണ്, ഹജ്ജിലെ കുറവുകൾ ഉംറകളെ കൊണ്ടാണ്. അങ്ങനെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ഫർദുകളിലുള്ള കുറവുകൾ അല്ലാഹു നികത്തി സുന്ദരമാക്കും. ഒരു കെട്ടിടത്തിന് പെയിന്റ് അടിക്കുന്നത് പോലെ എല്ലാ കുറവുകളും അവസാനം നിർത്തുന്ന പെയിന്റ് അല്ലെ, പെയിന്റ് അടിക്കാത്ത ബിൽഡിംഗ് പോലെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചെയ്യാത്ത ബിൽഡിംഗ് പോലെയായിരിക്കും സുന്നത്ത് ചെയ്യാത്ത ആളുകളുടെ കർമ്മങ്ങൾ. നാളെ റബ്ബിന്റെ അടുക്കൽ അവിടെ ചെല്ലുമ്പോൾ അത് സമ്പൂർണ്ണതയിൽ എത്തണമെന്ന് ഇല്ല. അതുകൊണ്ട് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. നന്മകളെ എന്തൊരു ചെറിയ നന്മയാണെങ്കിലും ഒരു വാക്കാണെങ്കിലും റസൂലുള്ളാഹി പറഞ്ഞു, പുഞ്ചിരി സദഖയാണ്. ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന ഒരു മുഖം മുഅ്മിനിനുണ്ടാകണം. ഒരാളെ കണ്ട് പുഞ്ചിരിച്ചാൽ സദഖ കൊടുത്തതുപോലെയാണ്. അപ്പോൾ അതടക്കം അല്ലെ, ഫീ കുല്ലി റത്ബത്തിൻ അജ്റുൻ, കരുണയുള്ള എല്ലാ ജീവികൾക്ക് നന്മ ചെയ്യുന്നതും പ്രതിഫലം കിട്ടുമെന്നാണ്. ഏതൊരു ജീവിക്കും കഴിയാവുന്ന നന്മകൾ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാകുവാൻ. എത്ര ചെറിയ നന്മയാണെങ്കിലും എത്ര ചെറിയ നന്മകളാണ് നിങ്ങൾ ഒരു ദർറത്ത് എന്ന് പറയാറുള്ളത് ഈച്ചയുടെ കാലിന്റെ അടിഭാഗത്തെയാണ്. ഈച്ചന്റെ കാലിന്റെ അടിഭാഗത്തെയാണ് ദർറത്ത് എന്ന് പറയാം. നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമുക്ക് ലെൻസ് വെച്ച് നോക്കണം അല്ലെ. അത്രയും ചെറിയ കാര്യങ്ങള് ആണെങ്കിലും നന്മയാണെങ്കിൽ അത് ചെയ്താൽ അത് ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ജനങ്ങളോട് മനുഷ്യരോട് കരുണ കാണിക്കുന്ന സ്വഭാവം ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇർഹമൂ മൻ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, യർഹമുകും മൻ ഫിസ് സമാ, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്നാണ്. റമദാനിൽ നമ്മൾ ധാരാളം കാണിച്ചവരാ. തുടർന്നും ആ കാരുണ്യം നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്വഭാവമായിട്ട് സംസ്കാരമായിട്ട് മാറേണ്ടതുണ്ട്. റമദാനിന് മാത്രമുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇബാദത്ത്, ആരാധന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബാദത്തിന് 3 ഗുണങ്ങൾ നിർബന്ധമായും ഉണ്ടാകണം ഏതൊരു ഇബാദത്തിലും. ഒന്നാമത് കമാലുൽ മുഹിബ്ബ, അതികഠിനമായ സ്നേഹം പടച്ചവനോടുണ്ടാകണം. അള്ളാഹുവിനോട് പൂർണ്ണമായ സ്നേഹം ഉണ്ടാവണം. ആ സ്നേഹത്തിന് മുമ്പിൽ മറ്റൊന്നും തടസ്സമാകാൻ പാടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബലി പോലെ, യൂസുഫ് അലൈഹിസ്സലാമിന്റെ ജയിൽവാസം പോലെ, അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാമിന്റെ ആ ദഅവത്ത് പോലെ പടച്ചവന്റെ മുമ്പിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഹിജ്റ പോയതുപോലെ നമ്മുടെ ഈ റബ്ബിന്റെയും ഇടയിൽ ഒന്നും തടസ്സമാകരുത്. അങ്ങനെ ഒരു സ്നേഹം അള്ളാഹുവിനോടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ രക്ഷപ്പെടും. രണ്ടാമതായി കമാലുൽ ഖൗഫ, അള്ളാഹുവിന്റെ തൃപ്തി നഷ്ടപ്പെടുമോ എന്ന് ഉള്ള ഭയം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്റെ റബ്ബ് ഇത് ഇഷ്ടപ്പെടുമോ, എന്റെ അള്ളാഹ്ക്ക് ഇത് ഇഷ്ടമാണോ, അവരെന്നെ സ്നേഹിക്കുമോ എന്നുള്ള ഒരു ഭയം, ഒരു ശ്രദ്ധ അതുണ്ടാവണം. എങ്കിലേ ഇബാദത്ത് ശരീരാകുള്ള സ്വീകരിക്കുകയുള്ളൂ. മൂന്നാമതായി കമാലുർ റജാ, റജാ ഉണ്ടാകണം. പടച്ചവനിൽ പ്രതീക്ഷ ഉണ്ടാവണം, നിരാശ ഉണ്ടാവാൻ പാടില്ല. റബ്ബ് ശരിയാക്കും, റബ്ബ് സ്വീകരിക്കും, റബ്ബ് സ്നേഹിക്കും, റബ്ബ് തരും. ഇങ്ങനെ അള്ളാഹു തരും, അള്ളാഹു സഹായിക്കും, സ്നേഹിക്കും, അവൻ ഇഷ്ടപ്പെടുമെന്നുള്ള പ്രതീക്ഷയുണ്ടാവണം.
നിരാശയുണ്ടാവാൻ പാടില്ല. ഇതെല്ലാം തന്നെ നമ്മുടെ കുടുംബത്തിലെയും മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ആധുനിക സമൂഹത്തിന് പ്രത്യേകിച്ച് ഇന്നത്തെ മക്കൾക്കില്ലാതെ പോകുന്നത് ഇതാണ്. ഖൗഫും റജാഉം ഇല്ല. പടച്ചവൻ വെറുക്കുമോ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നൊരു ഭയം ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇഷ്ടപ്പെട്ടാൽ മതി, വേറെ ആരും ഇഷ്ടപ്പെടണമെന്നില്ല. ഇങ്ങനെ എന്റെ ജീവിതം, എന്റെ സമയം, എന്റെ പൈസ, എന്റെ സുഖം എന്ന ഒരു ചിന്തയിലേക്കുള്ള പ്രയാണമാണിത്. അതുപോലെ തന്നെ റജ ഇല്ലാത്ത ഒരു സമൂഹമാണ്. പ്രതീക്ഷയില്ല, പെട്ടെന്ന് തകർന്നു പോവുക. ഒന്നുകിൽ ഏത് വിഷയത്തിലാണെങ്കിലും, സമ്പത്തിനാണെങ്കിൽ ഏത് രൂപത്തിലും ക്ഷമയില്ലാതെ എങ്ങനെയെങ്കിലൊക്കെ സമ്പാദിക്കുക എന്നുള്ള ധൃതി, അതുപോലെ തന്നെ മാനസികമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത, അല്ലെങ്കിൽ തിന്മകൾ ചെയ്യുന്ന പ്രവണത, നന്മ ചെയ്യാൻ ക്ഷമിക്കാനുള്ള ക്ഷമയില്ല, തിന്മ ചെയ്യാതിരിക്കാനുള്ള ക്ഷമയുമില്ലാത്ത ഒരു സമൂഹമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗഫും റജാഉം കമാലും മുഹിബ്ബയും എല്ലാം ഉള്ള സമൂഹമായി നിലനിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് كثيرا طيبا مباركا فيه ربنا ويرضى وصلى الله وسلم على محمد وآله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനി, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ടുകൊണ്ട് പരിപൂർണ്ണ മുസ്ലിമായി കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് വിടകൊള്ളണേ എന്ന് സ്വന്തത്തോടൊന്നു പോലെ വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. കാരുണ്യവാനായ നാഥൻ നമ്മുടെ യഥാർത്ഥ മുറ്റങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്ത ഒന്ന് ജീവിതത്തിൽ വിജയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഉപാധികളാണ്. പരലോകമാണ് യഥാർത്ഥ ജീവിതം. ദുനിയാവിലെ ജീവിതം വളരെ നശ്വരമാണ്. അതുകൊണ്ട് മനസ്സിലാകണമെങ്കിൽ എന്നോടും നിങ്ങളോടുള്ള ഉപദേശം, ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തൊക്കെ ഒന്ന് കുളിപ്പിക്കുക, മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തൊക്കെ നിൽക്കുക, ആ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവിടെ ഒക്കെ ഉണ്ടാവും. അപ്പൊ മനസ്സിലാവും എന്താ ജീവിതം, എന്തിനാണ് ജീവിതം, എത്രയുണ്ട് ജീവിതം എന്ന് മനസ്സിലാവും. ഒരു മയ്യത്തിനെ കൈകൊണ്ട് തൊട്ടതിനെ കുളിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ജീവിതത്തിന്റെ അർത്ഥം, എന്തിനാണ് ജീവിക്കുന്നത് എന്ന്. അത് നിങ്ങളുടെ മരണത്തെ ഓർമ്മിപ്പിക്കും, പരലോകത്തെ ഓർമ്മിപ്പിക്കും, ജീവിതത്തിന്റെ നശ്വരതയെ ഓർമ്മിപ്പിക്കും. ധാരാളമായിട്ട് മരണത്തെ നിങ്ങള് എല്ലാ സുഖങ്ങളും പെട്ടെന്ന് മുറിഞ്ഞു പോകുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായിട്ട് ഓർക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം സ്വർഗം നേടുക എന്നുള്ളതാണെന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ അത് ദുനിയാവിൽ നമുക്ക് ധൈര്യവും സമാധാനവും ജീവിതത്തിന്റെ സൗന്ദര്യവും ഉണ്ടാക്കി തരും. മരണത്തെ ഓർക്കുന്നോണ്ട് ഇരുന്ന് കരയലല്ല, മറിച്ച് ജീവിതത്തിൽ കെയർഫുൾ ആകും, വളരെ ധൈര്യം ഉണ്ടാവും, ഒരു സമാധാനം ഉണ്ടാകും. സ്വർഗണ്ട് പടച്ചോൻ തരൂ, അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നം ഉണ്ടാവും. നല്ല സ്വഭാവവും നല്ല സംസ്കാരവും നല്ല പെരുമാറ്റവുമായിട്ട് മാറും. നല്ല ഒരു ഭാര്യ, ഭർത്താവ്, മക്കളായി മാറാനും പരലോകത്തെ ഓർമ്മിക്കുക എന്നല്ലാതെ മറ്റൊരു മരുന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ അധികം ദുഷിച്ച ഒരു സമൂഹത്തെ ഈ പരലോക വിശ്വാസം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെറും 10 കൊല്ലം കൊണ്ട് 23 കൊല്ലം കൊണ്ട് അവരെ നന്നാക്കിയെടുത്തത്. ഒരു ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന മനുഷ്യരാക്കി മാറ്റിയത്. അത് തന്നെയാണ് നമുക്കും വിജയത്തിന്റെ മാർഗം. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. എല്ലാ നന്മകളും നിരന്തരാവാൻ, നന്മ ചെയ്തുകൊണ്ട് തന്നെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കണം, അള്ളാഹുവേ അള്ളാഹുവേ എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ, സ്വാലിഹീങ്ങളിൽ നീ എന്നെ ചേർക്കണേ റബ്ബേ എന്ന് എപ്പോഴും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ അള്ളാഹുവേ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ എന്നെ നീ മരിപ്പിക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിലെ തഖ്വ നനവ് ജീവിതത്തിലുടനീളം നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ കളക്ഷൻ ഒരു വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടിയാണ്. ആ കുട്ടിയുടെ ചെവി കേൾവിയില്ല, ജന്മനാ തന്നെ. 1 വയസ്സാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യണം. 25 ലക്ഷം രൂപ ആവശ്യമാണ്. പാവപ്പെട്ട കൂലിപ്പണിക്കാരാണ്. കുറച്ച് പൈസയൊക്കെ കുടുംബക്കാർ, നാട്ടുകാർക്ക് ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് ആ അവസ്ഥ ഒന്ന് വരുത്താതിരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായം ചെയ്താലേ ഓപ്പറേഷൻ നടക്കൂ. ഈ റമദാൻ കഴിഞ്ഞതോടുകൂടി 1 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ റമദാനിൽ പ്രസവിച്ചതാണ്.
അതുകൊണ്ട് ഓപ്പറേഷൻ എത്രയും വേഗം ചെയ്യണം. താമസിക്കും തോറും ചെലവും അതിന്റെ സാധ്യതയും കുറയും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, നമ്മൾ ചെയ്യുന്ന അസ്വദഖത്തുൽ ബലായ, സ്വതക്ക തീർച്ചയായും മുസീബത്തുകളെ, ആപത്തുകളെ തടയുമെന്നാണ്. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അവസ്ഥകൾ ഇല്ലാതിരിക്കട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായി ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കഴിയാവുന്ന പരമാവധി സഹായം ചെയ്യുകയും ചെയ്യണം. അള്ളാഹു മുഴുവൻ രോഗികൾക്കും യഥാർത്ഥമായ ചികിത്സയും മരുന്ന് നൽകുകയും ആരോഗ്യമുള്ള ആയുസ് അള്ളാഹുവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖബറുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، ولا تشبه القنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.